പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 19-ാം തീയതി വ്യാഴാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10 വേഴ്സ് 4 നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായി നാം കാണുന്നുണ്ട് കൊർന്നല്യോസ് എന്ന ശതാധിപൻ. ഇത്താലിക എന്ന സൈന്യ വിഭാഗത്തിലെ 100 പേർക്ക് അധിപനായ അധികാരമുള്ള ഒരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തനാണ്, പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണ്. അതും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ സേവിക്കുന്ന ആൾ, മാത്രമല്ല ധർമ്മം കൊടുക്കുന്ന ആൾ. പകൽ 9-ാം മണി നേരത്ത് ഇതാ ഒരു ദൈവദൂതൻ പ്രത്യക്ഷനായി. അത് കൊർന്നല്യോസ് സ്പഷ്ടമായി കാണുന്നു. ഇതൊരു വലിയ ദർശനമാണ്. കൊർന്നല്യോസേ എന്ന് വിളിക്കുന്നു. ഇതിന്റെ അടുത്ത ഭാഗമാണ് 4-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. അവൻ അവനെ ഉറ്റുനോക്കി, ദൂതനെ കൊർന്നല്യോസ് ഉറ്റുനോക്കി ഭയപരവശനായി ചോദിക്കുകയാണ്, എന്താകുന്നു കർത്താവേ? അതിന്റെ മറുപടി തനിക്ക് വെളിപ്പെട്ട ദൂതൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയ ദൈവജനമേ, നമ്മളൊക്കെ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അവരവരുടെ സഭയെ പോലെ മറ്റൊരു സഭയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു. നല്ലത് തന്നെ, എല്ലാം ആയിക്കൊള്ളട്ടെ. പക്ഷേ എന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, ദൈവം കേട്ടിരിക്കുന്നു എന്ന ഉറപ്പ് നമുക്കുണ്ടോ? ഇതാ ദൂതൻ കൊർന്നല്യോസിനോട് പറയുകയാണ്, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ എത്തിയിട്ടുണ്ട്. കർത്താവ് പലപ്പോഴും പരീശന്മാരെ കുറിച്ചും സാധുക്രിയെ കുറിച്ചും ആവർത്തിച്ച് പറഞ്ഞതുപോലെ നമ്മളൊക്കെ മനുഷ്യൻ കേൾക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്. എന്റെ പ്രാർത്ഥന നല്ലതാന്ന് എല്ലാവരും പറയണം. എന്റെ പാസ്റ്റർ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ, കൂട്ടായ്മയിൽ എന്റെ അത്രയും പ്രാർത്ഥിക്കുന്നവരാരുമില്ല. നാഴും നാഴികയും വിനാഴികയും നോക്കി മരം ചായുന്നത് പോലെ അക്ഷരപ്രാസമൊക്കെ ഒപ്പിച്ച് 1 മണിക്കൂർ ശ്വാസം നിർത്താതൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഇത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്ന പോലെ ഉയരത്തിൽ എത്തുന്നില്ല. ഇത് പലപ്പോഴും ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ റൂഫിനടിയിൽ കിടക്കുകയാണ്. എന്നാൽ കൊർന്നല്യോസിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? എന്റെ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്?
ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ എത്തുന്നില്ല. എപ്പോ ചോദിച്ചാലും പ്രാർത്ഥന. പള്ളിയിൽ നിന്ന് കയറാൻ സമയമില്ല. ഉപവാസ പ്രാർത്ഥന, കൺവെൻഷന്, പരസ്യയോഗം, മീറ്റിങ്ങുകൾ, ഇത് തന്നെ. ഏതുവഴി പോകുന്ന നോമ്പും നമ്മൾ ചാടിയെടുക്കും. ആരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകും. എപ്പോഴും പാട്ടും പ്രാർത്ഥനയുമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആരാ കേൾക്കുന്നത്? വല്ല ഉറപ്പുമുണ്ടോ? വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. രണ്ടാമത് പറയുകയാണ്, നിന്റെ ധർമ്മം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് ധർമ്മം? കടമല്ല. കടം നമ്മളോട് ചോദിച്ചിട്ട് മടക്കി കിട്ടും എന്നുള്ള ഉറപ്പിൽ കൊടുക്കുന്നതാണ്. ദാനമല്ല. അത് സ്വമേധയാ അർഹതപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ അല്ല, ചാരിറ്റി അല്ല, ഇതൊന്നുമല്ല ധർമ്മം. പണ്ട് കാലത്ത് കേരളത്തിൽ നാം പറയുമായിരുന്നു, ധർമ്മക്കാർ വരുന്നു, ധർമ്മം കൊടുക്കണം. സാധാരണ അമ്മമാരൊക്കെ പറയുമായിരുന്നു, മനുഷ്യന് ധർമ്മം പോലും കൊടുക്കാത്ത ചിലർ ഉണ്ടേ എന്ന്. എന്താണ് ധർമ്മം? തിരിച്ചു പ്രതീക്ഷിക്കാതെ എന്നേക്കുമായി പോകുന്നു, പോകട്ടെ, കൊടുക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് ഉള്ളു തുറന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നേക്കുമായി കൊടുക്കുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ദൈവത്തിനും സഭയ്ക്കും ദൈവവേലയ്ക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഒക്കെ കൊടുക്കും. ഈ കൊടുക്കുന്നത് പലതും പ്രതീക്ഷിച്ച, പലതും ചിന്തിച്ച, പേര് കേൾക്കാൻ, പേരെഴുതി വെക്കാൻ, പലയിടങ്ങളിലായി പല കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. അതിനുവേണ്ടിയൊക്കെയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്? നമ്മുടെ പേര് വരണം. പേര് വരാത്ത എവിടെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? ഏറ്റവും കൂടുതൽ കൊടുത്തെന്ന് കേൾക്കണം. അല്ല പ്രിയമുള്ളവരെ, ധർമ്മം അത് ഉള്ളറിഞ്ഞ് കൊടുത്തത് ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദശാംശം കൊടുത്തതും ദൈവമക്കളെ ആദരിച്ചതും ദൈവസഭയ്ക്ക് കൊടുത്തതും സ്പോൺസർ ചെയ്തതും ദൈവനാമത്തിൽ കൊടുത്തതൊക്കെ തമ്പുരാന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ? കൊർന്നല്യോസിനെ പോലെ ആത്മാർത്ഥമായി നിരുപാധികമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായി ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവനാമത്തിൽ കൊടുത്തതിന് 1% ദുരുദ്ദേശമോ മറ്റെന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും അത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ്, ഞാൻ വലിയ ദാനധർമ്മിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ മുൻപിൽ എത്തണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ ശുശ്രൂഷകളും തമ്പുരാൻ മാനിക്കുന്നത് ആവട്ടെ. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തർക്ക് കൊടുത്തതൊക്കെയും എനിക്കാകുന്നു ചെയ്തത്. അതെ, ഇന്ന് പകൽ ഒരു പുതിയ തീരുമാനത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കൊർന്നല്യോസിന്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നമ്മൾ പലതിനെ ചൊല്ലി അഭിമാനിക്കുകയും ഉയർത്തി ഉയർത്തി പറയുകയും ചെയ്യുമ്പോൾ ഇവയൊക്കെ ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ? നാം സ്വയം ശോധന ചെയ്യണം. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാണ് കൊർന്നല്യോസിനോട് പറയുന്നത്, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ ഒരു പ്രാർത്ഥന പോലും
ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാതിരിക്കരുത്. നമ്മുടെ കണ്ണുനീർ, നമ്മുടെ വിഷമം, നമ്മുടെ ഭാരം, നമ്മൾ മുഴങ്കാലം അടക്കുന്നതെല്ലാം ദൈവസന്നിധിയിൽ എത്തട്ടെ. അതിന് വിപരീതമായ നമ്മുടെ ജീവിതത്തിന്റെ അഹന്ത, പൊങ്ങച്ചം, സ്വാർത്ഥത, സകലവിധ തിന്മദോഷങ്ങളും എന്നേക്കുമായി നമുക്ക് ഉപേക്ഷിക്കാം. ദൈവസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കാം. നമ്മുടെ ദാനധർമ്മങ്ങൾ ദൈവഹിതമാവട്ടെ. പേര് കേൾക്കാനും ആളിനെ കേൾപ്പിക്കാനും മറ്റുള്ളവരുടെ മുഖസ്തുതി സ്വീകരിക്കാനും ആകാതെ ദൈവനാമത്തിൽ ചെയ്യുക. വചനം പറയുന്നത് പോലെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ വണ്ണം ദൈവനാമത്തിൽ ചെയ്യുക. നിശ്ചയമായും ദൈവം അത് മാനിക്കും. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതം, ശുശ്രൂഷ, കൂട്ടായ്മ, പ്രാർത്ഥന, ആരാധന സകലവും ദൈവവചന അനുസരണമാകട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കൊർന്നല്യോസിന്റെ അടുക്കൽ ദൂതൻ വന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും സാക്ഷ്യം നിറഞ്ഞതായി, നന്മ നിറഞ്ഞതായി, അനുഗ്രഹം നിറഞ്ഞതായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനും നടത്തിപ്പുകാരനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഭക്തനും ദാസനുമായ കൊർന്നല്യോസിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണോ, സമൂഹത്തിലും സഭയിലും പേര് എടുക്കേണ്ടതിനാണോ, അതോ ദൈവസന്നിധിയിൽ എത്തേണ്ടതിനാണോ എന്ന് ചിന്തിപ്പാൻ ഇന്നത്തെ വചനം ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുവാൻ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വർഗം അംഗീകരിക്കുന്നതിന് തടസ്സമായി ഒക്കെ നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ കുറവുകളെ ക്ഷമിക്കണമേ. സ്വർഗീയ കൃപകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. വചനം കേട്ട് തങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിനം കൊർന്നല്യോസ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് ദൈവജനപ്രകാരം മുൻപോട്ട് പോകാൻ ഇടയാകണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ എത്തട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ സകല ശുശ്രൂഷകളും ദൈവം അംഗീകരിക്കട്ടെ. അങ്ങനെ കൊർന്നല്യോസിനുണ്ടായ ധന്യമായ അനുഭവം നമുക്കും ഉണ്ടാവട്ടെ. അങ്ങനെ സാക്ഷ്യവും മാതൃകയുമുള്ള ജീവിതത്തിന്റെ ഉടമകളായി ദൈവിക ദർശനവും അരുളപ്പാടും പ്രാപിച്ച് ഈ പ്രതികൂലമുള്ള ലോകത്തിൽ ദൈവകൃപയോടെ നിലനിൽപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.